ഇതാണ് നീ പറഞ്ഞ പൂവ്. പൂവ് പറിച്ചാലേ ഉമ്മമാന്റെ അടുത്ത് അടി ഇട്ടു. എന്നാ പറയരുതിട്ടാ, ഞാൻ ഒന്നിട്ട. നിങ്ങളാണില്ലേ ഈ പൂവൊക്കെ പറിച്ച് ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണത്? എത്ര പറഞ്ഞാലും കേൾക്കൂല. മനുഷ്യ എത്ര കഷ്ടപ്പെട്ടിട്ടത് ഉണ്ടാക്കണെന്ന് അറിയാം. നിങ്ങൾക്ക് അതൊന്നും അറിയണ്ടല്ലോ. ഷഫിയ, ഒരു പൂവല്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ളല്ലേ? നിങ്ങൾക്ക് പാപ്പിയും മോനും ഇതൊന്നും അറിയണ്ടല്ലോ. ഇതൊക്കെ നന്നാക്കാൻ ഞാനുണ്ടല്ലോ. യജു എന്റെ ഒരു ചെടിയും. ഇജ്ജ് നേരത്തെ പോന്നാ? ഞാൻ ടാക്സിന്റെ ഓഫീസിൽ പോകണ്ടേ, പോയാണ്ട് വരണം. ചോറ് തിന്നണ? ചോറ് എനിക്ക് നല്ലൊരു കട്ടൻ ചായ വേണം. നിങ്ങൾ മാറ്റണില്ലേ? മാറ്റാം. എന്തേ ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല. എന്നാലോ എന്തുണ്ടല്ലോ. കാക്കോ, ഞാൻ പഠിക്കാൻ പോട്ടെ? പഠിക്കാനോ? ഈ ഡിഗ്രി കഴിഞ്ഞതല്ലേ? ഇപ്പൊ 2 കുട്ടികളായപ്പോഴാണ് എനിക്ക് പഠിക്കാൻ പോയി. അതല്ല, ഇന്ന് നമ്മുടെ സ്കൂളിലെ മീനാക്ഷി ടീച്ചറെ കണ്ടിരുന്നു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ വെറുതെ ഇരിക്കണ നേരം? അത് മാത്രമല്ല, ഞങ്ങളെ +2 വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാവരും ജോലിക്കാരാണ്. ഞാൻ മാത്രമേ ഇങ്ങനെ വീട്ടിലിരിക്കണുള്ളൂ. എനിക്കും വേണം ഒരു ജോലി. ഷൈന, എനിക്ക് കുട്ടികളെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് എപ്പോഴാണ് പഠിക്കാൻ പോകുന്ന സമയം? മാത്രമല്ല, ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ജോലിക്ക് പോയിട്ടുണ്ടായത്. അല്ല കാക്കോ, ഞാൻ ഡിഗ്രി കഴിഞ്ഞല്ലേ. എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജോലി കിട്ടും. പൊന്നാര ഷൈന, ഈ ജോലിക്ക് പോയി കൊടുത്തിട്ട് വേണം ഇപ്പൊ ഇവിടെ കഴിയാൻ. 10-30 കൊല്ലം ഇപ്പൊ ഗൾഫിൽ കൊടുത്ത് സമ്പാദിച്ചാലുണ്ട് ഇഷ്ടം പോലെ. പോരാത്തിന് അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ട് നമുക്ക്. പിന്നെ ഇപ്പൊ എന്തിനൊക്കെ ഒരു ജോലിന്റെ ആവശ്യം? സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, എന്നാലും ഒരു ജോലി. ജോലി ഇല്ലാത്തവർക്ക് നിൽക്കാൻ പറ്റാത്ത ഗ്രൂപ്പാണ് എൻ്റെ +2 ഗ്രൂപ്പ്. ചെയ്ത് അതിനായിട്ട് ലെഫ്റ്റ് ആയിക്കളാ വാട്സാപ്പ് ഗ്രൂപ്പ്. ആ ജോലി പഠിക്കലൊന്നും സ്വപ്നം കണ്ട് നിൽക്കണ്ട, നടക്കൂല. എന്താ ഇവിടെ പ്രശ്നം? ഓക്ക് പഠിക്കാൻ പോണല്ല, എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാൻ. അതെന്താ അങ്ങനെ ഒരു പൂതി? കാര്യമായിട്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോവാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. നോക്കി ഓളൊരു പൂതി. എന്താ അതിനൊരു കുഴപ്പം? ഓള് ജോലിക്ക് പോകണമെങ്കിൽ പോയിക്കോട്ടെ. ഓള് ജോലിക്ക് പോയാൽ കിട്ടുന്നത് എന്താ? പൈസ അല്ലേ? ഞമ്മക്കിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടോ? എന്റെ അടുത്തും എന്റെ ഉപ്പാന്റെ അടുത്തും പൈസ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ വേറെ ആരും ജോലിക്ക് പോണ്ടെന്നല്ലേ ഇജ്ജ് പറഞ്ഞു വരുന്നത്? അല്ല, ഓളിപ്പോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പെരീത്തെ കാര്യം കുട്ടികളെ കാര്യം ആരാ നോക്കുക? അതാണ് കാര്യം അല്ലേ? അല്ലാതെ പഠിക്കുന്നതിനും ജോലിക്ക് പോണേനും ഒന്നും എതിർപ്പുണ്ടായിട്ടല്ല. എന്താ ഇപ്പൊ ഇവിടെ ഒരു ചർച്ച? ഷായിന പറയണേ ഓൾക്ക് എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ച് ജോലിക്ക് പോണെന്ന്. ഓക്കിപ്പം തന്നെ ഒരു ജോലി? ഓൾ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ വീട്ടിലെ കാര്യം കുട്ടികളെ കാര്യമൊക്കെ നോക്കാൻ. ആരാ? അപ്പൊ ഷായിന മാത്രമേ ഈ പേരയിലുള്ളൂ? നിങ്ങളും ഞാനൊക്കെ ഇവിടെ ഉള്ളതല്ലേ? ജോലി അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമാണ്. അതൊക്കെ അതിന്റെ സമയത്തെ നടക്കുള്ളൂ. അല്ല സഫിയ, ഇത് കാര്യത്തിലടി പറയണേ? ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറയണത്. പെരയത്തെ പണിയും കുട്ടികളെ നോക്കണതൊന്നും അതിനൊരു തടസ്സമല്ല. ഓൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിച്ചോട്ടെ. അപ്പൊ വീട്ടിലെ പണിയും കുട്ടികളൊക്കെ ആരാ ചെയ്യാ? രാവിലെ നീച്ചിട്ടേ അടുക്കള പണിയും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഷൈനിയും കൂടി ചെയ്യും. കുട്ടികളെ ഒരിക്കലും സ്കൂൾ പറഞ്ഞേക്കലൊക്കെ എനിക്ക് നോക്കണം. ചെടിയും തോട്ടമൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യല്ലേ. അപ്പൊ അടുക്കലും തുറക്കലൊക്കെ ആരാ? അത് ഞാൻ ചെയ്തോണ്ടിപ്പാ. എന്നെ കൊണ്ടൊന്നും പറ്റൂലട്ടാ. നിങ്ങൾ 10-30 കൊല്ലം പ്രവാസിയല്ലായിരുന്നോ? അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാലമൊന്നും ആയിട്ടില്ല. ഒരു വ്യാഴാഴ്ച ആയിക്കോട്ടെ. ഇതിനാർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവനാൻ തന്നെ വെച്ചുണ്ടാക്കി തിന്നോണ്ടി. എടാ, ഓള് കാര്യത്തിൽ തന്നെയാണ്. നമ്മള് പെട്ട്. അല്ലമ്മ, നിങ്ങൾ കാര്യത്തിൽ തന്നെ പറഞ്ഞു. എന്താ എനിക്കൊരു സംശയം? എനിക്ക് ഇങ്ങനെ ഒരു പൂതി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ എന്നോ പറഞ്ഞേച്ചു തന്നെ ഞാൻ. ഇജ്ജ് അത് പറഞ്ഞിട്ടുമില്ല. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ. നടക്കാത്ത ആഗ്രഹമുണ്ട്, ഞാനതൊക്കെ മാറ്റി വെച്ചിരുന്നു. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തെ നല്ലോണം പഠിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവാനും പൂതി ഉണ്ടായിരുന്നു.
പഠിക്കുന്ന ഇടയിലാണ് ഇപ്പാന്റെ കല്യാണക്കാര്യം വന്നത്. വലിയ തറവാട്ടുകാര്, പൈസക്കാര്, പഠിക്കാൻ പൂതിണ്ടായിട്ട് എന്താ ഒന്നും നടന്നില്ല. പിന്നെ കുട്ടികളെ കാര്യം നോക്കലും വീട്ടിലെ പണി, ഇന്നൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് അന്നെ മനസ്സിലാവും. പെണ്ണുങ്ങള് വീട്ടിലെ പണിയും കുട്ടികളെ നോക്കലുമായി ഒതുങ്ങി കൂടേണ്ടതല്ല. ആ കാലമൊക്കെ കഴിഞ്ഞ്. സമ്പാദിക്കാൻ മാത്രല്ല, പെണ്ണിന് ജോലി ഒരു ഐഡന്റിറ്റിയും കൂടിയാണ്. സ്വന്തം കാര്യത്തിന് മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ നമ്മൾ പ്രാപ്തരാണ്. ആ ഉമ്മ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലോ.